അസ്സലാമു അലൈക്കും. എൻ്റെ നബിയുടെ പുന്നാര മകളുണ്ട് ഫാത്തിമ ബീവി. ആ ബേബിയുടെ വഫാത്ത് ദിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകുമല്ലേ. റമദാൻ 3 ഒരുപാട് സ്പീച്ചുകളിലും ഒരുപാട് പ്രസംഗങ്ങളിലൂടെയും നിങ്ങളത് കേട്ട് കഴിഞ്ഞിട്ടും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഞാൻ പറയുന്നത്. ഇൻഷാ അള്ളാ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്കതിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു സാധാരണ വീട്ടിൽ രാത്രി കാലത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു ഉപ്പുണ്ടായിരുന്നു. വാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഒരു മകളും ഉണ്ടായിരുന്നു. ആ ഒരു ചേർത്ത് പിടുത്തണ്ടല്ലോ, ഒരു പണം കൊണ്ടും വാങ്ങാനാകില്ല. ചരിത്രത്തിലെ ഈ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ മുഹമ്മദ് നബിയും അവിടുത്തെ പ്രിയ മകളായിട്ടുള്ള ഫാത്തിമ ബീവിയും. മക്കയിലെ കഠിന ദിവസങ്ങളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ ഉപദ്രവിച്ചപ്പോൾ ചെറിയ മകളായിട്ടുള്ള ഫാത്തിമ ബീവി ഓടിയെത്തി ഉപ്പാനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അവർ അവരുടെ വേദനകൾ തുടച്ചു നീക്കി. അന്ന് മുതൽ ബീവി ഉമ്മു അബീബ, പിതാവിൻ്റെ അമ്മ എന്ന സ്നേഹനാമം നേടിയിട്ടുണ്ട്. ഫാത്തിമ ബീവി വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അവളെ സ്നേഹത്തോടെ ഇരുത്തുമായിരുന്നു. ചിന്തിച്ചു നോക്കാണി, ലോകത്തിന് ഒരു നേതാവ്, പക്ഷേ മകൾക്കൊരു സ്നേഹമുള്ള ഉപ്പയായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാത്തിമ ബീവി എൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഫാത്തിമാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടതിന് തുല്യമാണ്. നിങ്ങൾ ഫാത്തിമാനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെയും ദുഃഖിപ്പിക്കൂട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടുത്തെ ഹദറത്തിലേക്ക് ഒരു യാസീനിനെ ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കരുത്. അപ്പോൾ എല്ലാവരും അവിടുത്തെ ആ ഒരു സ്നേഹവും കരുതലും നമുക്കും വേണ്ടേ. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഫാത്തിമ ബീവി വിവാഹിതയായിട്ടുള്ളത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയൂലേ. അലി റളിയല്ലാഹു അൻഹു ധൈര്യത്തിൻ്റെ പ്രതീകമായിരുന്നു, നബിയുടെ ബന്ധുവായിരുന്നു, വിശ്വാസത്തിൻ്റെ തൂണും. പക്ഷേ അവരുടെ വിവാഹ ജീവിതം രാജകീയമൊന്നും അല്ലായിരുന്നു. ഇന്ന് പല ആളുകളും രാജകീയമായിട്ടും പ്രൗഢമായിട്ടും ആർപ്പും വിളിയും പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചിട്ട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് ഡിവോഴ്സിൻ്റെ വക്കിലാകുന്ന പല കുടുംബജീവിതങ്ങളും ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലേ. അവർക്കൊക്കെ ഒരു മാതൃകയാക്കാവുന്നതാണ് ഇത്. വീട്ടിൽ പലപ്പോഴും ഭക്ഷണം കുറവായിരുന്നു. ഫാത്തിമ ബീവി വീട്ടുപണികൾ ചെയ്ത് കൈകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. ഒരു ദിവസം ഫാത്തിമ ബീവി നബിയോട് ചോദിച്ചിട്ടുണ്ട്, വീട്ടുപണിക്ക് ഒരു സഹായിയെ. അപ്പോൾ നബി അവിടുന്ന് പഠിപ്പിച്ചത് ഒരു വലിയ പാഠാണ്. ഫാത്തിമ, അനക്കിതിൽ ക്ഷമിക്കാൻ കഴിയോ? റബ്ബ് സുബ്ഹാനഹു തആല അനക്ക് വലിയൊരു അനുഗ്രഹം അതിൽ നൽകിയിട്ടുണ്ടാകും എന്നുള്ളത്. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റും അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇത് ഒരു സഹായിയേക്കാൾ വലിയ ഒരു സമ്പത്തായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ ഫാത്തിമ ബീവിയുടെയും ജീവിതത്തിലൂടെ തെളിയിച്ചത്. ഇൻഷാ അള്ളാ. അപ്പോൾ നമുക്കും എത്രയോ ആളുകൾ ഇന്നിപ്പോൾ ജോലി ചെയ്യാൻ മടിയായിട്ട്, അതുപോലെ തന്നെ കുറച്ച് ജോലി ചെയ്യുമ്പോഴത്തേനും പരാതികളും പരിഭവമായിട്ട് ഒരുപാട് ആളുകളെ കാണാറുണ്ട്. അവരൊക്കെ മാതൃകയാക്കി വെക്കാൻ ഞാൻ പറയുന്നതല്ലേ. ഒരു ഉദാഹരണം അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നമുക്കൊരു മുൻഗാമിയുണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നമ്മൾ നോമ്പും നോറ്റും അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രയാസപ്പെട്ട് നമ്മൾ ഓരോ വീട്ടു ജോലികളും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യും. നിങ്ങൾക്കറിയോ, എൻ്റെ ഉമ്മമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും നിങ്ങൾ കേൾക്കാം, നിങ്ങളൊരു ജോലി വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു നന്മ റബ്ബ് രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ്. നിങ്ങൾ ഒരാൾക്ക് ഒരു ഫുഡ് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. നിങ്ങളുടെ പാപത്തെ റബ്ബ് സുബ്ഹാനഹു തആല വെട്ടിക്കുറക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്കും അതുപോലെ തന്നെ ഈറയോടുകൂടി ഒന്നും അല്ലാതെ നല്ല മനസ്സോടുകൂടെ ഭക്ഷണം പാചകം ചെയ്യാനും നല്ല രീതിയിൽ വീട്ടുപണികൾ ചെയ്യാനും നിങ്ങളെല്ലാവരും ശ്രമിക്കുക. ഇത് ഞാനൊരു കുറ്റമായിട്ടൊരു നെഗറ്റീവായിട്ട് പറയുന്ന കാര്യമല്ല, നമുക്കുണ്ടാകും. കാരണം റമദാൻ മാസമാണ്, നോമ്പ് കഴിഞ്ഞ് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ ഈ വിശപ്പും ക്ഷീണവും അതിൻ്റെ ഇടയിൽ ജോലികളും അതിൻ്റെ ഇടയിൽ ഇബാദത്തുകളും ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒന്നാമത് നല്ല ചൂടുമാണല്ലേ, നല്ല വെയിലും ചൂടൊക്കെയാണ്. അപ്പോൾ ഒപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ഷമ കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് നമ്മുടെ വായിൽ വരുന്നതൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോയിന്ന് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മുൻഗാമിയായിട്ടുള്ള ഫാത്തിമ ബീവിയെ നമ്മൾ ഓർമ്മിക്കുക.
ഈ കഥ ഒരു നബിയുടെ കുടുംബ ചരിത്രം മാത്രമല്ല, ഇത് ഇന്ന് നമ്മുടെ മിക്ക വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് വീട്ടിലെത്തുന്ന ഒരു ഉപ്പ, കഷ്ടപ്പെട്ട് കുടുംബം നയിക്കുന്ന ഒരു ഭർത്താവ്, സ്നേഹത്തോടെ കുടുംബം ചേർത്ത് നിർത്തുന്ന ഒരു ഭാര്യ. ഫാത്തിമ ബീവി നമ്മളെ പഠിപ്പിക്കുന്നത് ഉപ്പാൻ്റെ സ്നേഹം ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷയാണ് എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ പിന്തുണ സ്ത്രീയുടെ ശക്തിയാണ് എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിൽ പോലും സന്തോഷം കണ്ടെത്താം എന്നുള്ളൊരു ദൃഢനിശ്ചയം കൂടെയാണ്. സമ്പത്ത് ഇല്ലാതിരുന്നാലും അവരുടെ വീട്ടിൽ സ്നേഹമുണ്ടായിരുന്നു എപ്പോഴും. അതുകൊണ്ടാണ് ആ വീട് ഇന്നും ചരിത്രത്തിൽ ഒരു പ്രകാശമായി തിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയും ഫാത്തിമ ബീവിയെ പോലെയും ക്ഷമിച്ച് സഹിച്ച് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ന് പണ്ടത്തെ പോലെയല്ല, നമ്മുടെ മുൻഗാമികൾ എത്രയോ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണല്ലേ ജീവിച്ചിരുന്നത്. അതിൻ്റെ ഒരു കാല് ഭാഗം പോലും ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല. നമ്മളുടെ കടങ്ങളാണെങ്കിലും നമ്മുടെ പ്രയാസങ്ങളാണെങ്കിലും നമ്മുടെ ദുഃഖങ്ങളാണെങ്കിലും നമ്മളുടെ ബുദ്ധിമുട്ടുകളാണെങ്കിലും നമ്മളൊന്ന് ആത്മാർത്ഥമായിരുന്ന് റബ്ബിൻ്റെ മുമ്പിലിരുന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വഴി റബ്ബ് കാണിച്ചു തരുന്ന ആ ഒരു അവസ്ഥയേ ഉള്ളൂ. പക്ഷേ അതിനുള്ള ഒരു സമയം, അതിനുള്ള ആ ഒരു കണ്ണുനീര്, അതിനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക, സമയം നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് നമ്മൾ റബ്ബിൻ്റെ മുമ്പിലിരിക്കുക. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നതും വളരെ വലിയൊരു അമലാണ്. ഇത് നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമലാണ്. പക്ഷേ ഇന്ന് വിശിഷ്ടമായിട്ട് ഇന്ന് ബീവിയുടെ ആ ഒരു സമയമല്ലേ, ബീവിയുടെ വഫാത്ത് ദിവസത്തിൻ്റെ സമയമാണ്. 1000 തവണ നിങ്ങൾ അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഅഹലി എന്നുള്ള പരിശുദ്ധമായിട്ടുള്ള സ്വലാത്തിനെ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഇന്നത്തെ ദിവസത്തിൽ അവിടുത്തെ സ്വലാത്തിനോട് കൂടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റിനെ കൂടെ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ഒരു 313 തവണയോ അല്ലെങ്കിൽ ഒരു 101 തവണയെങ്കിലും ഈ ഒരു മഹത്തായിട്ടുള്ള ദിക്റിനെ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടെ ചെയ്യുക. ഇൻഷാ അള്ളാഹ് മുറുകെ പിടിക്കുക. അവിടുത്തെ കാവൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പൂമുത്ത് റസൂലിൻ്റെ ആ തിരുനോട്ടം നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ, പ്രശ്നങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ, ഇനി നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ മഹത്തായിട്ടുള്ള കാവൽ കൊണ്ട്, അവിടുത്തെ പ്രത്യേകതകൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല ഇന്നത്തെ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ റമളാൻ മാസത്തിൻ്റെ പവിത്രത കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അവിടത്തേക്ക് ഒരു യാസീനെങ്കിലും ഓതി ഹദിയ ചെയ്യുക എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ചെയ്യും എന്ന് ഉറപ്പുള്ളവർ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അള്ളാഹ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.